പ്രൈസ് ദി ലോർഡ്. ഗിരിപ്രഭാഷണം ഒരു പഠനം. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിന് എന്തൊന്നുകൊണ്ട് രസം വരുത്താം? പുറത്തു കളഞ്ഞിട്ട് മനുഷ്യർ ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനും പിന്നെ കൊള്ളുന്നതല്ല. ഉപ്പിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നല്ലവണ്ണം അറിയാവുന്നൊരു സമൂഹത്തോടാണ് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു എന്ന് കർത്താവ് പറയുന്നത്. പുരാതന ഭക്തനായിരുന്ന ഇയ്യോബ് ചോദിക്കുന്നു, രുചിയില്ലാത്തത് ഉപ്പ് കൂടാതെ തിന്നാമോ? മറ്റു പദാർത്ഥങ്ങളെ അപേക്ഷിച്ച് ഉപ്പ് വില കുറഞ്ഞതെങ്കിലും ഉപ്പില്ലാത്ത അടുക്കള ഭൂമുഖത്ത് തന്നെ കാണുകയില്ല. ഏതൊരു ആഹാരത്തിനും അതിൻ്റെതായ രുചി ലഭിക്കണമെങ്കിൽ ഉപ്പ് അനിവാര്യമാണ്. യഹൂദാ സ്ത്രീകൾ നവജാത ശിശുക്കളുടെ ശരീരത്തിൽ ഉപ്പ് തേച്ചിരുന്നതായി യെഹെസ്കേൽ പ്രവാചകൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഉപ്പ് ഔഷധ ഗുണമുള്ള ഒരു പദാർത്ഥമാണ്. വിവിധ ഔഷധ നിർമ്മാണത്തിനായി ഉപ്പ് ഉപയോഗിക്കുന്നുണ്ട്. തൊണ്ടവേദന, മോണവേദന എന്നിവയുടെ പരിചരണത്തിനായി ചെറുചൂടുള്ള ഉപ്പുവെള്ളം ഇന്നും ഉപയോഗിച്ചു വരുന്നു. യെരിഹോവിലെ ഉറവുവെള്ളം ചീത്തയും ദേശം ഗർഭനാശവുമായിരുന്നു. അതിൻ്റെ പരിഹാരത്തിനായി എലീശ പ്രവാചകൻ നീരുറവിൻ്റെ അടുക്കൽ ചെന്ന് അതിൽ ഉപ്പിട്ടു. ഞാൻ ഈ വെള്ളം പഥ്യമാക്കിയിരിക്കുന്നു, ഇനി ഇതിനാൽ മരണവും ഗർഭനാശവും ഉണ്ടാകുകയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞതായി എഴുതിയിരിക്കുന്നു. ആഹാരപദാർത്ഥങ്ങൾ കേടുവരാതെ സൂക്ഷിക്കുവാൻ അന്നും ഇന്നും ഉപ്പ് ഉപയോഗിച്ചു വരുന്നു. ഉപ്പ് വളത്തിന് ഉപയോഗിച്ചിരുന്നതായി ലൂക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നു. യഹൂദൻ ദൈവത്തിന് അർപ്പിക്കുന്ന ഭോജനയാഗത്തിൽ ഉപ്പില്ലാതിരിക്കരുത്, എല്ലാ വഴിപാടിലും ഉപ്പ് ചേർക്കണമെന്ന് കൽപ്പിച്ചിരിക്കുന്നു. ലവണ നിയമം യഹോവയും മനുഷ്യനും തമ്മിലുള്ള വിശുദ്ധവും ശാശ്വതവുമായ ഉടമ്പടിയായി കണക്കാക്കപ്പെട്ടിരുന്നു. ഉപ്പിൻ്റെ ഈ ഗുണങ്ങളെല്ലാം നിലനിർത്തണമെങ്കിൽ ഉപ്പിൻ്റെ കാരം നഷ്ടപ്പെടാതെ സൂക്ഷിക്കേണ്ടതാണ്. ചില രാസവസ്തുക്കൾ കലർന്നാലും നിരന്തരമായി അടിക്കുന്ന കാറ്റും പൊടിയും ഈർപ്പവും ഉപ്പിൻ്റെ കാരം നഷ്ടപ്പെടുത്തുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. കാരം നഷ്ടപ്പെട്ട ഉപ്പ് ഉപയോഗശൂന്യമായിത്തീരുന്നു. അത് പുറത്തു കളഞ്ഞിട്ട് മനുഷ്യൻ ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനും പിന്നെ കൊള്ളുന്നതല്ല. ഭൂമിയുടെ ഉപ്പായിരിക്കാൻ വിളിക്കപ്പെട്ടവരാണ് കർത്താവിൻ്റെ ശിഷ്യന്മാർ. പാപത്തിൻ്റെ ജീർണത ബാധിച്ച ജനം നശിച്ചു പോകാതെ അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ശിഷ്യന്മാർക്കുള്ളതാണ്. മറ്റുള്ളവരെ പുഷ്ടിപ്പെടുത്തുന്ന വളമായും അവരെ സൗഖ്യമാക്കുന്ന ഔഷധമായും ആയിത്തീരേണ്ടവരാണ് കർത്താവിൻ്റെ ശിഷ്യന്മാർ. നിങ്ങളുടെ വാക്കുകൾ കൃപയോടുകൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതും ആയിരിക്കട്ടെ എന്ന് പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇപ്രകാരം ഒരു ശിഷ്യനായിരിക്കണമെങ്കിൽ ദുരുപദേശത്തിൻ്റെ കളങ്കം പറ്റി തങ്ങളുടെ കാരം നഷ്ടപ്പെട്ടു പോകാതെ അവർ തങ്ങളെ തന്നെ സൂക്ഷിക്കുന്നവരായിരിക്കണം. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല. വിളക്ക് കത്തിച്ച് പറയും കീഴല്ല തണ്ടിന്മേലത്രേ വയ്ക്കുന്നത്, അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ. നീതിമാനും ഇസ്രായേലിന്റെ ആശ്വാസത്തിനായി കാത്തിരുന്നവനുമായ ശിമിയോൻ ശിശുവായിരുന്ന യേശുവിനെ കയ്യിലേന്തി ദൈവത്തെ പുകഴ്ത്തി. ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിന്റെ മഹത്വവുമായി നീ സകല ജാതികളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. യേശു പറഞ്ഞു, ഞാൻ ലോകത്തിൽ ഇരിക്കുമ്പോൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. പാപാന്ധകാരം നിറഞ്ഞ ഈ ലോകത്ത് വേഷത്തിൽ മനുഷ്യനായി വന്ന കർത്താവ് തൻ്റെ ആഗമന ദൗത്യം നിറവേറ്റി പിതാവിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ തനിക്ക് പകരമായി ഈ ലോകത്തിൽ വെളിച്ചം പകരുവാനാണ് അന്ധകാരത്തിൽ കിടന്ന ഒരു കൂട്ടം ജനത്തെ തിരഞ്ഞെടുത്ത് തൻ്റെ ശിഷ്യന്മാരാക്കിയത്. മലകളും താഴ്വരകളും നിറഞ്ഞ ഭൂപ്രകൃതിയുള്ള നാടാണ് പലസ്തീൻ. വീടുകൾ വയ്ക്കുവാൻ മലകളും കൃഷി ചെയ്യുവാൻ താഴ്വരകളും ഉപയോഗിച്ചിരുന്നു. ഈ വീടുകൾ ദൂരസ്ഥലത്തു നിന്നും ഏതൊരാൾക്കും കാണുവാനും എത്തപ്പെടുവാനും കഴിയുമായിരുന്നു. ഒരു ക്രിസ്തു ശിഷ്യൻ ഏതൊരാൾക്കും ഏതു സമയത്തും എത്തപ്പെടുവാനും കാണുവാനും കഴിയുന്നവനായിരിക്കണം. ഉയർന്ന പ്രദേശമുള്ള ഈ വീടുകൾ ചെറുതും ഇന്നത്തെ പോലെ അധികം ജനലുകളും ഇല്ലാത്തവയായിരുന്നു. തന്മൂലം ഈ വീടുകളിൽ സദാസമയം ഇരുട്ട് നിറഞ്ഞിരുന്നു. വീടുകളിൽ എപ്പോഴും വെളിച്ചം പരത്തുവാൻ കൈപ്പിടിയുള്ള ഒരു പാത്രത്തിൽ ഒലിവെണ്ണയും അതിലൊരു തിരിയും സദാസമയം കത്തിക്കൊണ്ടിരുന്നു. ഭവനത്തിൽ മൊത്തം വെളിച്ചം ലഭിപ്പാൻ തടി കൊണ്ട് നിർമ്മിച്ച ഒരു സ്റ്റാൻഡിൽ ഈ വിളക്ക് ഉയർത്തി വയ്ക്കുകയും എന്നാൽ അവർ വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോൾ അപകടം ഒഴിവാക്കാൻ ആ വിളക്ക് തണ്ടിന്മേൽ നിന്നും ഇറക്കി തറയിൽ വയ്ക്കും. വിളക്ക് തണ്ടിന്മേൽ ഇരിക്കുമ്പോഴുള്ള പ്രകാശത്തെക്കുറിച്ചും ആ വിളക്ക് തറയിലിരിക്കുമ്പോഴുള്ള പ്രകാശത്തെക്കുറിച്ചും നന്നായി അറിയാവുന്നവരാണ് ശിഷ്യന്മാർ. വെളിച്ചം വഴി കാണിക്കുന്നു. ആ കാലഘട്ടത്തിൽ ദീർഘദൂര യാത്രകൾക്കായി സമുദ്രമാർഗമാണ് ഉപയോഗിച്ചിരുന്നത്. കപ്പൽ യാത്രികർക്ക് എത്തേണ്ട സ്ഥലവും കപ്പൽ പാതയും വെളിപ്പെടുത്തുന്നത് ലൈറ്റ് ഹൗസുകളാണ്. പരിചയസമ്പന്നരായ ക്യാപ്റ്റന്മാർ ഈ വെളിച്ചത്തെ ലക്ഷ്യമാക്കി യാത്ര ചെയ്ത് ഉദ്ദിഷ്ട സ്ഥലത്ത് എത്തിച്ചേരുന്നു. റോഡുകളിലുള്ള ലൈറ്റുകളും പ്രകാശം വരുത്തുന്ന സൈൻ ഇൻഡിക്കേറ്ററുകളും യാത്രക്കാരെ സുരക്ഷിതമായി യാത്രയ്ക്ക് സഹായിക്കുകയും അപകടങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുന്നു. യേശു പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു.
എന്നെ അനുഗമിക്കുന്ന ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചം ഉള്ളവൻ ആകും. കർത്താവിനെ അനുഗമിക്കുന്ന ശിഷ്യന്മാർ മറ്റുള്ളവർക്ക് ജീവന്റെ വെളിച്ചം പകരുന്നവരായിരിക്കണം. തണ്ടിന്മേലിരിക്കുന്ന വിളക്ക് ഭവനത്തിലുള്ള എല്ലാവർക്കും പ്രകാശം പരത്തുന്നത് പോലെയും മലമേലിരിക്കുന്ന പട്ടണം സർവ്വജനത്തിനും കാണത്തക്ക നിലയിൽ ആയിരിക്കുന്ന പ്രകാരവും ആത്മീയ അന്ധകാരം നിറഞ്ഞ ഈ ലോകത്ത് ഓരോ ക്രിസ്തു ശിഷ്യനും ജീവന്റെ വെളിച്ചം പരത്തുന്നവർ ആയിരിക്കണം. ഭവനത്തിനും ലോകത്തിനും വെളിച്ചം പരത്താൻ കഴിയാത്ത ശിഷ്യൻ എന്ന് അവകാശപ്പെടുന്നവനും ക്രൈസ്തവ സഭ എന്ന് അവകാശപ്പെടുന്നവരും ലോകത്തിന് തന്നെ ഒരു ദുരന്തമായിരിക്കും.